അമേരിക്കയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 1400-ലധികം വിദേശ വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കിയെന്നാണ് റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഈ നടപടി. 2025 ജനുവരിയിൽ ട്രംപ് വീണ്ടും പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇത് സംഭവിച്ചത്. യുഎസിലെ വിദ്യാഭ്യാസ രംഗത്തെ ചില ആളുകൾ പറയുന്നതനുസരിച്ച് 2025 മാർച്ച് മുതൽ ഏകദേശം 1489 വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് തുടങ്ങിയ 240-ലധികം പ്രധാനപ്പെട്ട കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ വിസകളാണ് റദ്ദാക്കിയത്. ഇസ്രായേൽ ഗാസയിൽ നടത്തിയ സൈനിക ആക്രമണത്തിനെതിരെ 2024 പലസ്തീനു വേണ്ടി പല വിദ്യാർത്ഥികളും ശബ്ദമുയർത്തിയിരുന്നു. അവരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ ഈ നീക്കം. ട്രംപ് ഭരണകൂടം പ്രതിഷേധിക്കുന്നവരെ ശക്തമായി നേരിടുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് വിസ റദ്ദാക്കിയത് വഴി പുറത്തുനിന്നുള്ള തീവ്രവാദ ചിന്താഗതി തടയാൻ സാധിക്കുമെന്നാണ്. കൂടാതെ കോളേജ് ക്യാമ്പസുകളിൽ ജൂതവിരുദ്ധതയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ചിന്തകളും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ അവിടെ പഠിക്കാൻ വന്നതാണ്, അല്ലാതെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനല്ല എന്നാണ് മാർച്ച് 28-ന് റൂബിയോ പറഞ്ഞത്. എന്നാൽ പല വിദ്യാർത്ഥികളും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും സമാധാനപരമായ പ്രതിഷേധങ്ങളിലൂടെയുമാണ്. ഈ പ്രതിഷേധങ്ങളിൽ പല ജൂത വിദ്യാർത്ഥികളും പുരോഗമന ചിന്താഗതിക്കാരായ സംഘടനകളും പങ്കാളികളായിട്ടുണ്ട് എന്ന് അഭിഭാഷകരും വിദ്യാർത്ഥി ഗ്രൂപ്പുകളും വാദിക്കുന്നു. വിസ റദ്ദാക്കൽ കോളേജ് ക്യാമ്പസുകളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. പെൻസിൽവാനിയയിലെ ലഫായിറ്റ് കോളേജിലെ പ്രൊഫസറായ ഹഫ്സ കൻജോൽ പറയുന്നത് ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഭയമുണ്ടാക്കുന്നു എന്നാണ്. രാഷ്ട്രീയപരമായി പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തിരിച്ചു പോകാൻ ഒരിടമില്ലാത്ത അവസ്ഥയുണ്ട്. ചില കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. എങ്കിലും ഭൂരിഭാഗം ക്യാമ്പസുകളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഒരു ഉറപ്പും നൽകുന്നില്ല. അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു അധ്യാപകൻ പറയുന്നത് വിദ്യാർത്ഥികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പോലും ഭയക്കുകയാണ് എന്നാണ്. ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും തങ്ങളെ നാടുകടത്തിയേക്കാം എന്ന ഭയം അവർക്കുണ്ട്. ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാരെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മാത്രമാണ്. ഗ്രീൻ കാർഡ് ഉടമകളെ ലക്ഷ്യമിട്ട് കുടിയേറ്റത്തിനുള്ള വഴികളടക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലസ്തീൻ വിഷയം ഉപയോഗിച്ച് സർവകലാശാലകളെ വരുതിയിലാക്കാനും ക്ലാസ് മുറികളിൽ നടക്കുന്ന ലിബറൽ ചിന്താഗതികളെയും ഇടതുപക്ഷ ചിന്തകളെയും ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ജോർജ് മാസോൺ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ വിസ റദ്ദാക്കിയതിൻ്റെ കാരണം മനസ്സിലാക്കാൻ നിയമപരമായ സഹായം തേടുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ നിയമപരമായ സഹായവും പഠനത്തിലുള്ള സഹായവും നൽകുന്നുണ്ട്. ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളെല്ലാം ഈ പ്രശ്നം നേരിടുന്നുണ്ട്. USCIS പറയുന്നത് ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾ വിസ നിഷേധിക്കാനുള്ള കാരണമായി കണക്കാക്കുമെന്നാണ്. സ്ഥിരതാമസത്തിനായി ശ്രമിക്കുന്നവരെയും വിദ്യാർത്ഥികളെയും ജൂതവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധമുള്ളവരെയും ഇത് ബാധിക്കും. DHS ഉദ്യോഗസ്ഥർ പറയുന്നത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സംഘടനകളെ പിന്തുണയ്ക്കുന്നവരെ രാജ്യത്ത് പ്രവേശിപ്പിക്കില്ല എന്നാണ്. ഇമിഗ്രേഷൻ അധികാരികൾ ഓൺലൈൻ ഉള്ളടക്കങ്ങൾ വിലയിരുത്തും. തീവ്രവാദ ചിന്തകളെ പിന്തുണയ്ക്കുന്ന എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് വിസയെ ബാധിക്കും.